ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. രാമൻ രാജാവിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് എന്നതിൽ ചിലർക്ക് അവനോട് അസൂയയുണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് സോമു. അവനൊരു പഴക്കച്ചവടക്കാരനായിരുന്നു. ഒരു ദിവസം അവന്റെ കടയിലേക്ക് രാമൻ വന്നു. വാ രാമ വാ. സുഖം തന്നെയാണോ? എനിക്ക് സുഖം തന്നെ സോമു. നിനക്ക് സുഖമാണോ? കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നു. നിനക്ക് എന്തു പഴങ്ങളാണ് വേണ്ടത്? രാമനെ എങ്ങനെയെങ്കിലും പറ്റിക്കണമെന്ന് സോമു തീരുമാനിച്ചു. ആഹാ, ഈ പഴങ്ങളെല്ലാം വളരെ നന്നായിരിക്കുന്നു. ഞാൻ ഈ വാഴപ്പഴം എടുത്തോട്ടെ? അതിനെന്താ, എടുത്തോളൂ. ഈ പഴങ്ങൾക്ക് നല്ല സ്വാദാണ്. വളരെ നന്ദി സോമു. ആട്ടെ, പഴത്തിന് എന്താ വില? വിലയോ? ഈ പഴങ്ങൾക്കോ? ഒന്നുമില്ല രാമ, നീ നിനക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ. രാമന് വളരെ സന്തോഷമായി. കുറേ പഴങ്ങൾ എടുത്ത് കഴിച്ചു. ആഹാ, ഈ പഴങ്ങൾക്ക് നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ? ഒന്ന് നിൽക്കൂ രാമ, നീ ആ പഴത്തിനുള്ള വില തന്നില്ലല്ലോ. വിലയോ? നീ അല്ലേ ഒന്നുമില്ലെന്ന് പറഞ്ഞത്? ശരിയാണ് രാമ, ഈ പഴത്തിന്റെ വില ഒന്നുമില്ല. അതുകൊണ്ട് നീ എനിക്ക് ഒന്നുമില്ല തന്നാ മതി. സോമു തന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് രാമന് മനസ്സിലായി. ഒരു നിമിഷം ആലോചിച്ചിട്ട് തന്റെ ഒഴിഞ്ഞ സഞ്ചി എടുത്തു. വിഷമിക്കേണ്ട സോമു, നീ ചോദിച്ച ഒന്നുമില്ല ഞാൻ തരാം. പക്ഷേ അതിനു മുൻപ് നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഈ സഞ്ചിയിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞേ. ഈ സഞ്ചിയിൽ ഒന്നുമില്ലല്ലോ. ശരിയായിട്ട് പറഞ്ഞു. ഈ ഒന്നുമില്ല അല്ലേ നീ ചോദിച്ചത്? ഇതാ, ഇത് വെച്ചോളൂ. സോമു തനിക്ക് പറ്റിയ അമളിയെപ്പറ്റി ഓർത്ത് നാണിച്ചു നിന്നു.